കോഴിക്കോട് മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേർ കോടതിയിൽ കീഴടങ്ങി. കൂട്ടുപ്രതികളായ റിയാസ്, സുരേഷ് എന്നിവരാണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത്. മുഖ്യപ്രതികളെയും കൂട്ടുപ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, മുക്കത്താണ് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഇന്നലെ ഹോട്ടൽ ഉടമയെ പോലീസ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടികൂടിയത്. ഇപ്പോൾ മറ്റ് 2 കൂട്ടുപ്രതികളായ 2 പേർ കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? കൂട്ടുപ്രതികളായ റിയാസ്, സുരേഷ് എന്നിവരാണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നത്. താമരശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അല്പം മുൻപാണ് ഇവർ കീഴടങ്ങിയത്. ഈ സംഭവത്തിന് ശേഷം കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയായിരുന്നു മാമ്പറ്റയിൽ യുവതി താമസിക്കുന്ന സ്ഥലത്ത് എത്തി. അവർ ഹോട്ടൽ ജീവനക്കാരിയാണ്. ഹോട്ടലുടമയായിട്ടുള്ള മാമ്പറ്റയിലെ സങ്കേതം ഹോട്ടലുടമ ഉപ്പിലിങ്ങൽ ദേവദാസനും കൂട്ടാളികളായ റിയാസ്, സുരേഷ് എന്നിവരും ചേർന്ന് ആ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ആ പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ യുവതിക്ക് ആ വീടിന്റെ 1ാം നിലയിൽ നിന്നും താഴേക്ക് വീണ് നട്ടെല്ലിന് സാരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതിനിടെ ഇന്നലെയാണ് ഈ ഉപ്പിലിങ്ങൽ ദേവദാസൻ എന്ന് പറയുന്ന സങ്കേതം ഹോട്ടൽ ഉടമയെ പോലീസ് എറണാകുളത്തേക്ക് രക്ഷപ്പെടാനുള്ള ഇയാളുടെ ശ്രമത്തിനിടെ കുന്നംകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഇയാളെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനിടെയാണ് കൂട്ടുപ്രതികളായ റിയാസും സുരേഷും അല്പം മുൻപ് ഇവിടെ താമരശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഈ പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിരുന്നു. ഇവർ കണ്ണൂരിൽ ഒളിവിൽ കഴിയുന്നതായുള്ള വിവരം ലഭിച്ചിരുന്നു. അങ്ങനെ കണ്ണൂരിലേക്ക് മുക്കം പോലീസിന്റെ ഒരു വിഭാഗം കണ്ണൂരിലേക്ക് ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ പുറപ്പെടുകയും ചെയ്തു. ഈ സമയത്താണ് ഇനി പോലീസ് പിടികൂടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് 2 കൂട്ടുപ്രതികളും റിയാസും സുരേഷും ഈ താമരശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. ഇനി ഇന്നലെ റിമാൻഡിലായ ദേവദാസിനെയും ഇന്ന് കോടതിയിൽ കീഴടങ്ങിയ രണ്ട് പ്രതികൾ, അതായത് റിയാസും സുരേഷും, ഇവരെ പ്രത്യേകം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതിനുള്ള കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ സമർപ്പിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അത് മുക്കം പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള S. അൻഷാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഉടൻ തന്നെ ഇവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയും കോടതിയിൽ സമർപ്പിക്കും. ശരി, KMR ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.